മാധവ് മലയാളത്തിലേക്ക് സ്വാഗതം. നമ്മളൊക്കെ ഒരുപാട് പ്ലാനും പദ്ധതികളും ഒക്കെ ആയിട്ട് ജീവിക്കുന്നവരാണ്. ഒരുപാട് പ്രതീക്ഷകൾ. പക്ഷേ പലപ്പോഴും നമ്മുടെ പ്രതീക്ഷയ്ക്ക് അനുസരിച്ചായിരിക്കില്ല കാര്യങ്ങൾ പോകുന്നത്. നമ്മളൊന്ന് പ്രതീക്ഷിക്കും, ദൈവം മറ്റൊന്നായിരിക്കും നടത്തുന്നത്. അതെപ്പോഴും അല്ല, എല്ലാവർക്കും അല്ല. ചിലപ്പോഴെങ്കിലും ചിലർക്കെങ്കിലും അങ്ങനെയൊക്കെ ആയിരിക്കും. നമ്മളൊന്ന് വിചാരിക്കും, ദൈവനിശ്ചയം, ഈശ്വരനിശ്ചയം പലപ്പോഴും മറ്റൊന്നായിരിക്കും. ഈ ആശയം ഉൾക്കൊള്ളുന്ന മനോഹരമായ ഒരു കവിത മലയാളത്തിലുണ്ട്. വളരെ കാവ്യാത്മകമായി എഴുതിയിരിക്കുന്ന ഒരു കവിതയുണ്ട്, ഒരു കവിതാശകലം. ഇത് എഴുതിയിരിക്കുന്നത് മലയാള വ്യാകരണ ഗ്രന്ഥമായ കേരള പാണിനീയത്തിൻ്റെ കർത്താവ് ശ്രീ AR രാജരാജവർമ്മയാണ് ഇതെഴുതിയിരിക്കുന്നത്. കവിത ഇങ്ങനെയാണ്: രാവിപ്പോൾ ക്ഷണമൊടുങ്ങിയിടും, ഉഷസ്സെങ്ങും പ്രകാശിച്ചിടും, ദേവൻ സൂര്യനൊതിക്കലി കമലവും കാലേ വിരന്നിടുമേ, ഏവം മുട്ടിനകത്തിരുന്നാളി മനോരാജ്യം തുറന്നിടവേ, ദൈവത്തിൻ മനം ആരു കണ്ടു പിഴുതാൻ ദന്തീന്ദ്രന പത്മിനി. മനോഹരമായ ഒരു കവിത. ഇതിൻ്റെ സാരാംശം ഇതാണ്. കാരണം ഒരു പാവം വണ്ട് താമരപ്പൂവിൻ്റെ അത് തേൻ കുടിക്കുവാനായിട്ട് വന്നിരുന്നു. തേനൊക്കെ കുടിച്ചതിന് ശേഷം വണ്ട് അതിൻ്റെ ഉള്ളിലിരുന്ന് ഉറങ്ങിപ്പോയി. സന്ധ്യയായപ്പോൾ, സൂര്യാസ്തമയമായപ്പോൾ താമര കൂമ്പി അടഞ്ഞു. വിരിഞ്ഞു നിന്ന താമര കൂമ്പി അടഞ്ഞു. അപ്പോൾ വണ്ട് അതിനുള്ളിലായിപ്പോയി. ഹൈന്ദവ പുരാണമനുസരിച്ച് സൂര്യദേവൻ്റെ പത്നിയാണ് താമര. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും സൂര്യാസ്തമയമായപ്പോൾ താമര കൂമ്പി അടഞ്ഞു. വണ്ട് അതിനുള്ളിലിരുന്ന് ഉറക്കമെഴുന്നേറ്റപ്പോൾ താമര കൂമ്പിയിരിക്കുന്നത് കണ്ടു. പക്ഷേ വണ്ടിന് പുറത്ത് കിടക്കാൻ പറ്റാത്തതിൽ വലിയ സങ്കടങ്ങളില്ലായിരുന്നു. കാരണം നാളെ നേരം വെളുക്കുമ്പോൾ സൂര്യദേവൻ ഉദിക്കും, അപ്പോൾ താമര വിരിയും, തനിക്ക് പുറത്ത് കിടക്കാം എന്ന് വണ്ട് അതിൻ്റെ അകത്തിരുന്ന് ചിന്തിക്കുകയാണ്. പക്ഷേ വണ്ടിൻ്റെ ചിന്ത പോലെ ആയില്ല കാര്യങ്ങൾ. ദൈവനിശ്ചയം മറ്റൊന്നായിരുന്നു. കാരണം കാട്ടാറിൽ രാത്രി വെള്ളം കുടിക്കാൻ വന്ന ഒരാന ആ താമരയെ പിഴുതെടുത്ത് തിന്നു. അപ്പം വണ്ട് വിചാരിച്ചതായിരുന്നില്ല ദൈവനിശ്ചയം. ദൈവത്തിൻ്റെ നിശ്ചയം മറ്റൊന്നായിരുന്നു എന്ന് പറയുന്നു. മനോഹരമായ ഒരു കവിതാശകലം. നമ്മളൊന്ന് നിശ്ചയിക്കുന്നു, പക്ഷേ ദൈവം നടത്തുന്നത് മറ്റൊന്നായിരിക്കും. ദൈവത്തിൻ്റെ തീരുമാനം മറ്റൊന്നായിരിക്കും എന്ന് പറയുന്ന ഒരു കൊച്ചു കവിത. ഇത് യഥാർത്ഥത്തിൽ ഒരു സംസ്കൃത ശ്ലോകമാണ്. ആ സംസ്കൃത ശ്ലോകമാണ് AR രാജരാജവർമ്മ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിരിക്കുന്നത്. സംസ്കൃത ശ്ലോകം ഇങ്ങനെയാണ്: രാത്രിർഗമിഷ്യതി ഭവിഷ്യതി സുപ്രഭാതം, ഭാസ്വാനുദേക്ഷ്യതി ഹസ്യഷ്യതി പങ്കജശ്രീ, ഇത്തം വിചിന്തയതി കോശഗതേ ദിരേഭേ, ഹാ ഹന്ത ഹന്ത നളിനം ഗജ ഉജ്ജഹാര. ഇങ്ങനെ ഈ സംസ്കൃത ശ്ലോകത്തിൻ്റെ മലയാള വ്യാഖ്യാനമാണത്. അതായത്, രാവിപ്പോൾ ക്ഷണമൊടുങ്ങിയിടും, ഈ രാത്രി ഇപ്പോൾ ക്ഷണനേരം കൊണ്ട് തീർന്നു പോകും. ഉഷസ്സെങ്ങും പ്രകാശിച്ചിടും, അതായത് എല്ലായിടത്തും പ്രകാശം പരക്കും. ദേവൻ സൂര്യൻ ഉദിക്കലി കമലവും, അതായത് സൂര്യദേവൻ ഉദിക്കുമ്പോൾ ഈ കമലവും ഈ താമരയും വിടർന്നിടുമേ, രാവിലെ വിടർന്നിടുമേ. ഏവം മുട്ടിനകത്തിരുന്ന അളി, ഇങ്ങനെ മുട്ടിനകത്തിരുന്ന അളി വണ്ട് മനോരാജ്യം തുറന്നിടവേ, ദൈവത്തിൻ മനം ആരു കണ്ടു, ദൈവത്തിൻ്റെ മനസ്സ് ആരു കണ്ടു, പിഴുതാൻ ദന്തീന്ദ്രൻ ആ പത്മിനിയും, പിഴുതാൻ ദന്തീന്ദ്രൻ ആന ആ പത്മിനിയെ, ആ താമരയെ ആന പിഴുതെടുത്തു. അപ്പോൾ ആ വണ്ട് ചിന്തിച്ചതുപോലെ ആയിരുന്നില്ല കാര്യങ്ങൾ. രാത്രി കാട്ടാറിൽ വെള്ളം കുടിക്കാൻ വന്ന ആന ആ താമരയെ പിഴുതെടുത്തു. ഇതിലൂടെ നമുക്ക് മനസ്സിലാകുന്ന ആശയം, നമ്മൾ വിചാരിക്കുന്നത് പോലെയൊന്നും ആയിരിക്കുകയില്ല കാര്യങ്ങൾ. പലപ്പോഴും ദൈവനിശ്ചയമായിരിക്കും നിറവേറുന്നത്. മനോഹരമായ ഒരു കവിതാശകലം. ശാർദൂല വിക്രീഡിതം വൃത്തത്തിലെഴുതിയ മനോഹരമായ ഈ കവിതയും അതിൻ്റെ വ്യാഖ്യാനവും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വിഷയവുമായി മാധവ് മലയാളത്തിലൂടെ വീണ്ടും കാണാം.